പാലക്കാട് കൽമണ്ഡപത്ത് വീടുകളിൽ വൻ മോഷണം. ഒന്നല്ല, പല വീടുകളിൽ. കൽമണ്ഡപം പ്രതിഭാനഗറിലെ വീടുകളിലാണ് മോഷണം നടന്നിരിക്കുന്നത്. സ്വർണവും പണവുമടക്കം 30 ലക്ഷം രൂപയുടെ സാധനങ്ങൾ നഷ്ടമായിട്ടുണ്ട്. ഇക്ബാൽ അറക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ അറക്കൽ, ഇതൊരു സീരീസ് ഓഫ് മോഷണമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒന്നിലധികം വീടുകളിൽ ഒരേ കള്ളനോ അല്ലെങ്കിൽ ഒരേ സംഘമാണോ മോഷണം നടത്തിയിരിക്കുന്നത് ഒരു ദിവസം? അരുൺ, ഇന്ന് പുലർച്ചെ ഏകദേശം 1 മണിയോട് കൂടിയാണ് ഈ മോഷ്ടാവ് കൽമണ്ഡപത്തെ പ്രതിഭാ നഗറിലേക്ക് എത്തുന്നത്. ശേഷം അവിടെ ഊട്ടിക്കടന്ന 3 വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുകയായിരുന്നു. ഇതിൽ 2 വീടുകൾ ഏറെ നാളായി ആൾതാമസമില്ലാത്ത വീടാണ്. ഒരു വീട്ടിൽ ആൾതാമസം ഉണ്ടായിരുന്നു. പക്ഷേ ഇവർ തിരുവനന്തപുരത്തേക്ക് വിനോദയാത്ര പോയിരിക്കുകയായിരുന്നു. ഇന്ന് മടങ്ങി വന്ന സമയത്താണ് ഇത്തരത്തിൽ വീട് കുത്തി തുറന്ന നിലയിൽ കാണപ്പെടുന്നത്. ഉടൻ തന്നെ പരിശോധിക്കുമ്പോൾ വീടിനകത്ത് സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവും അടക്കം ഏകദേശം 30 ലക്ഷം രൂപയുടെ സാധനങ്ങൾ മോഷണം പോയതായി കണ്ടെത്തുകയായിരുന്നു. ഉടൻ തന്നെ കസബ പോലീസിൽ വിവരം അറിയിച്ചു. കസബ പോലീസ് എത്തി നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ പ്രതിഭാ നഗർ അല്ലെങ്കിൽ പ്രതിഭാ കോളനിയിലെ CCTV നിന്നും ഈ മോഷ്ടാവിന്റേതെന്ന് കരുതുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുള്ളത്. 1 മണിയോടുകൂടി പ്രതിഭാ നഗറിലേക്ക് എത്തിയ ഈ മോഷ്ടാവ് ഏകദേശം 3 മണി വരെ ഈ പ്രതിഭാ നഗറിൽ തന്നെ അവിടെ തുടർന്നുകൊണ്ടാണ് ഈ 3 വീടുകളിലേക്കും കയറി ഈ മോഷണം നടത്തിയിരിക്കുന്നത്. ആൾതാമസമില്ലാത്ത 2 വീടുകളിൽ നിന്നും കാര്യമായ ഒന്നും തന്നെ നഷ്ടപ്പെട്ടില്ല. പക്ഷേ ഈ തിരുവനന്തപുരത്തേക്ക് വിനോദയാത്ര പോയി മടങ്ങിയെത്തിയ വീട്ടുകാർ ഇവരുടെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 30 ലക്ഷം രൂപയുടെ സാധനങ്ങളാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയിട്ടുള്ളത്. കമ്പിപ്പാര ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വീടിന്റെ വാതിലുകൾ ഈ മോഷ്ടാവ് തകർക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും CCTV ദൃശ്യങ്ങൾ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കസബ പോലീസ് ഈ പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്. കൽമണ്ഡപം അതുപോലെ തന്നെ ചന്ദ്രനഗർ പോലുള്ള മേഖലകളിലെ കൂടുതൽ CCTVകൾ ഉൾപ്പെടെ പരിശോധിച്ച് മോഷ്ടാവിലേക്ക് എത്താനുള്ള നീക്കത്തിലാണ് കസബ പോലീസ് ഉള്ളത്. അതായത് ഒരാൾ മാത്രമാണെന്നാണ് ഇപ്പോൾ നിഗമനം, അല്ലേ? സംഘമല്ല. നിലവിൽ ഈ പ്രതിഭാ നഗറിലെ CCTVകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ദൃശ്യങ്ങൾ പ്രകാരം മുഖം മൂടി അണിഞ്ഞുകൊണ്ട് ഈ മേഖലയിലേക്ക് എത്തിയിട്ടുള്ള ഒരേ ഒരു മോഷ്ടാവ്, അയാളാണ് ഇത്തരത്തിൽ 2 മണിക്കൂറോളം എടുത്ത് ഈ പ്രതിഭാ നഗറിലെ 3 വീടുകളിലേക്ക് കയറി ഇത്തരത്തിൽ മോഷണം നടത്തിയിട്ടുള്ളത്. ഏതായാലും ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണമാണ് ഇപ്പോൾ കസബ പോലീസ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഒന്നും ഈ മേഖലയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഏതായാലും CCTV സ്ഥാപിച്ചിരുന്നു സുരക്ഷയുടെ ഭാഗമായി. ആ CCTVയിലാണ് ഇപ്പോൾ ഈ മോഷണം നടത്തിയുള്ള മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇയാൾ മുഖംമൂടി അണിഞ്ഞിരുന്നത് കൊണ്ട് തന്നെ പോലീസിന് ഇയാളുടെ മുഖം വ്യക്തമായി ലഭിച്ചിട്ടില്ല. പക്ഷേ ഇയാൾ കടന്നുപോയിട്ടുള്ള വഴികൾ, അത് പോലീസ് ഒരു സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ആ മേഖലയിലുള്ള CCTVകൾ കൂടി പരിശോധിച്ചതിന് ശേഷം ഈ പ്രതിയെ കണ്ടെത്താൻ കഴിയുമെന്ന നിഗമനത്തിലാണ് കസബ പോലീസ് ഉള്ളത്. അരുൺ കുമാർ. ഓക്കെ, താങ്ക് യു. ഇക്ബാൽ അറക്കലാണ് വിവരം നൽകിയത്. ഇന്നലെയാണ് പാലക്കാട് കൽമണ്ഡപത്ത് ഒന്നിലധികം വീടുകളിൽ മോഷണത്തിനുള്ള ശ്രമം. ഒരു വീട്ടിൽ നിന്നും 30 ലക്ഷം രൂപയോളം കവർന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്. ഒരാളാണ് ഈ മോഷണത്തിന് പിന്നിലുള്ളത് എന്നാണ് പോലീസിന്റെ നിഗമനം. CCTVയിൽ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്.